ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനം ഫെബ്രുവരി അവസാനത്തിലോ മാർച്ച് ആദ്യവാരത്തിലോ ഉണ്ടാകും. കെ സുരേന്ദ്രൻ 5 വർഷം ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റാക്കി കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലും ജില്ലാ പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനം വന്നതിന്റെ പശ്ചാത്തലത്തിലുമാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് എന്നുള്ളതിലുപരി ബി.ജെ.പിയുടെ ഒരു രീതി അനുസരിച്ച് കേന്ദ്ര നേതൃത്വമാണ് ഇപ്പോഴും സംസ്ഥാനത്തും ജില്ലാ ഘടകങ്ങളെ പോലും തീരുമാനിക്കുന്നതിന് ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടാതെ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. ബി.ജെ.പിയുടെ പൊതുവായ ഒരു നയം എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി.ജെ.പിയുടെ ഭാരവാഹികൾ, സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ, സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുന്നതിന് കേന്ദ്ര ബി.ജെ.പി നേതൃത്വം ഒരു ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് മുൻപ് ശ്രീ അമിത്ഷാജി പാർട്ടി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, ദേശീയ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഇന്നും തുടരുകയാണ്. ഇപ്പൊ ജെ.പി. നഡ്ഡ ഇപ്പോഴും പാർട്ടി പ്രസിഡന്റ് ആണെങ്കിലും ദേശീയ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിനും യാതൊരു മാറ്റവും ഈ ബി.ജെ.പിക്ക് മൊത്തത്തിലുള്ള രാജ്യത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അമിത്ഷാജി ഉണ്ടാക്കിയിരിക്കുന്ന ഫോർമുലയിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള എന്ന് ബി.ജെ.പിക്കാർ അവകാശപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നോ ഒന്നും വ്യതിചലിച്ചിട്ടുള്ള ഒരു പ്രവർത്തനവും ബി.ജെ.പി നഡ്ജയ്ക്കൊന്നും നടത്താനായിട്ടില്ല, നടത്താനും കഴിയുകയില്ല. ഇപ്പോഴും ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനത്തെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമിത്ഷാ ആണ്. അദ്ദേഹം തന്നെയാണ് എല്ലാ സംസ്ഥാനത്തും നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും കേരളത്തിലും അല്ലെങ്കിൽ മറ്റെല്ലാ സംസ്ഥാനത്തും, നമ്മൾ കേരളത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഒരു കാരണവശാലും കേരള നേതൃത്വത്തിന് എതിരെയുള്ള അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമില്ലാത്ത ആരെയും തന്നെ പ്രൊമോട്ട് ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് ഇനി വരാൻ പോകുന്ന, ഇപ്പോൾ കെ സുരേന്ദ്രനെ മാറ്റും എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം അദ്ദേഹം സുസ്ഥിരമായ സേവനം പാർട്ടിയെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിനും താല്പര്യമുള്ള ആളാണ് കെ സുരേന്ദ്രൻ. എങ്കിലും അദ്ദേഹം വേണ്ടുവോളം എല്ലാ അർത്ഥത്തിലും ലോക്കൽ തെരഞ്ഞെടുപ്പുകളിലും ഇതിന് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് സംസ്ഥാന പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പാർലമെന്റ് പൊതു തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന് ആഗ്രഹിച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ടേം കൂടെ കെ സുരേന്ദ്രന് കൊടുക്കുക എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യം ഉണ്ടായാലും സംസ്ഥാനത്ത് അങ്ങനെ ഒരു ഭിന്നിപ്പ്, പാർട്ടിയിൽ ഒരു കൃഷ്ണദാസ് പക്ഷം എന്ന് പറയുന്നൊരു ഭിന്നിപ്പുണ്ട്. അവരെ കൂടെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കൃഷ്ണദാസ് പക്ഷത്തെ എം.ഡി. രമേശ് യഥാർത്ഥത്തിൽ സംസ്ഥാന ബി.ജെ.പി പ്രസിഡന്റാക്കാൻ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ അതിനുള്ള മുറവിളി നടക്കുന്നുണ്ട് കൃഷ്ണദാസ് പക്ഷത്തിൽ നിന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ മുൻ സഹമന്ത്രിമാരായിട്ടുള്ള വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനും കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അവർ രണ്ടുപേരും, രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലും വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലും മത്സരിച്ചിരുന്നു. അവർ രണ്ടുപേരും പരാജയപ്പെട്ടു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് വീണ്ടും തിരുവനന്തപുരത്ത് മത്സരിക്കുവാൻ ഒരു അവസരം നൽകുന്നതിനും ഈ തിരുവനന്തപുരം മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളൊരു ആവശ്യം ബി.ജെ.പിക്ക് ശക്തമായുണ്ട്. കാരണം ബി.ജെ.പിയുടെ വേരോട്ടം കൂടുതലുള്ള മറ്റ് ജില്ലകളെക്കാളും കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ബി.ജെ.പി വേരോട്ടം ഉണ്ടെന്നും ബി.ജെ.പിക്ക് ജയിക്കാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് തിരുവനന്തപുരം. ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിന്റെ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് ആക്കാനാണ് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ബി.ജെ.പിയിലെ താല്പര്യം. അത് യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വത്തിനും ആ രീതിയിലേക്ക് അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പോലും ആ ഒരു കാര്യത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ വി മുരളീധരന്റെ വിശ്വസ്തനും വി മുരളീധരന്റെ അനുയായിയുമായിട്ടുള്ള ആളാണ് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന് ഒരു ടേം കൂടെ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. കൊടുത്തില്ലെങ്കിൽ വി മുരളീധരൻ മുൻപ് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തിന് ഒരു ഊഴം കൂടെ കൊടുക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ബി.ജെ.പിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യവാരത്തിൽ തന്നെ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. ഇപ്പോൾ തന്നെ 14 ജില്ലകളിലായിട്ട് 14 പ്രസിഡന്റുമാരെന്നുള്ളതിലുപരി ബി.ജെ.പി ഇതിനെ സംസ്ഥാനത്തെ 14 ജില്ലകളെയും വിഘടിപ്പിച്ചിരിക്കുന്നത് 30 ജില്ലാ പ്രസിഡന്റുമാരായിട്ടുണ്ട്. അത് സെൻട്രൽ, നോർത്ത്, സൗത്ത് എന്നിങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥത്തിലാണ് തിരുവനന്തപുരം സെൻട്രൽ ജില്ലാ പ്രസിഡന്റായിട്ട് കരമന ജയനെ പ്രസിഡന്റാക്കി വച്ചിരിക്കുന്നത്. ആ രീതിയിൽ അങ്ങനെ 27 ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. ഇനി 3 പേരെ ഉടനെ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. സംസ്ഥാനത്ത് വരുന്ന 30 ജില്ലാ പ്രസിഡന്റുമാർ 4 ജില്ലാ പ്രസിഡന്റുമാർ വനിതകളാകാനാണ് സാധ്യത. ഇതുകൂടാതെ ഏറ്റവും കൂടുതൽ കെ സുരേന്ദ്രനെതിരെ ശക്തമായി കെ സുരേന്ദ്രന്റെ അതേ സമുദായത്തിൽപ്പെട്ടതെന്നും
എന്നാൽ എവിടെയാണെങ്കിലും ഒരു ഓപ്പണിംഗ് ബാറ്റ്സ് വുമൺ എന്നുള്ള രീതിയിലേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും മത്സരിക്കുന്ന ഒരു ചാവേർ പോലെ പ്രവർത്തിക്കുന്ന ശോഭാ സുരേന്ദ്രന് അവർക്കും സംസ്ഥാന പ്രസിഡന്റ് ആകാനുള്ള ആഗ്രഹം അവരും മുന്നോട്ട് പതിറ്റാണ്ടുകളായിട്ട് വച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, അതായത് 10 വർഷത്തോളമായിട്ട് അവരിതിങ്ങനെ പറയുന്നുണ്ട്. 2 സംസ്ഥാന പ്രസിഡന്റുമാർ വന്ന സമയങ്ങളിലായിട്ട് അവർ തന്നെ പറയുന്നു അവർക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകണം എന്നവർ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനം അവരിൽ നിന്നുണ്ടാകുന്നുണ്ട്. എന്നാലും പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അനുസരിച്ച് അവർ പലയിടത്തും അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർ മത്സരിക്കുന്നുമുണ്ട്. ഇപ്പോഴും അവർ കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് നമ്മുടെ ആലപ്പുഴയിൽ അവർ മത്സരിച്ചു. അവർ നല്ല രീതിയിൽ കൂടുതൽ വോട്ട് ശേഖരിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവർ അതിനു മുമ്പ് ഇവിടെ വി മുരളീധരൻ ആറ്റിങ്ങൽ മത്സരിക്കുമ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ പാർലമെന്റ്, ഇക്കഴിഞ്ഞല്ല അതിന് മുമ്പിലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ ചിറയൻകീഴ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ചു. അവർ അവിടെ നല്ല മുന്നേറ്റം നടത്തിയിരുന്നു. ആ രീതിയിലൊക്കെ നിൽക്കുമ്പോൾ അവരുടെ ആവശ്യം, അവരുടെ ആഗ്രഹം, അവരുടെ താല്പര്യം കൂടെ കേന്ദ്ര നേതൃത്വത്തിന് അവഗണിക്കാൻ പറ്റില്ല. പിന്നെ ഈ ജാതി സമവാക്യങ്ങളാണ് ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ, മറ്റെല്ലാ പാർട്ടിയിലും ഉള്ളതുപോലെ തന്നെ ബി ജെ പിയിലും ഉണ്ട്. ആ ജാതി സമവാക്യങ്ങൾ നോക്കുമ്പോൾ കെ സുരേന്ദ്രന്റെ അതേ സമുദായത്തിൽപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ ആക്കുമ്പോൾ ഒരു പ്രത്യേക സമുദായക്കാർക്ക് മാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാകും. അതുകൊണ്ടാണ് കൃഷ്ണദാസ് പക്ഷവും എം ഡി രമേശ് മുന്നോട്ട് നിൽക്കുന്നത്. അവർക്കും അവരുടെ ആൾക്കാർ വേണം, അവരുടെ സമുദായത്തിൽപ്പെട്ടവർ വേണം എന്നുള്ള ആവശ്യം അവർ പറയുന്നത്. ഇതൊക്കെ ആണെങ്കിലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ ആരും സംസ്ഥാനത്തെ ഒരു നേതാവും ചോദ്യം ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സാധ്യത രാജീവ് ചന്ദ്രശേഖരനായിരിക്കും സംസ്ഥാന പ്രസിഡന്റ് ആകാൻ കൂടുതൽ സാധ്യത. കാരണം അദ്ദേഹത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ അണികളൊന്നുമില്ല. നമുക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം വലിയൊരു ടെക്നോക്രാറ്റാണ്, സമ്പന്നനാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ടും കൂടുതൽ ജനകീയനാകുന്നതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ കേന്ദ്ര നേതൃത്വവും സംസ്ഥാനത്തെ നേതൃത്വങ്ങളും പലരും ആലോചിക്കുന്നത്. എങ്കിലും ഇതിനകത്തെല്ലാം തന്നെ വ്യക്തി താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൊതു താല്പര്യം വെച്ച് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് ആണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വരാൻ സാധ്യത. അങ്ങനെ പറയുമ്പോഴും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലേക്ക് സുരേന്ദ്രന് പകരം രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഈ പറഞ്ഞ കൃഷ്ണദാസ് പക്ഷത്തെ എം ഡി രമേശ് ഒക്കെ തന്നെ ചിലപ്പോൾ മാറിക്കൊടുക്കേണ്ടി വരും. മാറിക്കൊടുക്കാൻ അവർ ചിലപ്പോൾ താല്പര്യപ്പെടും. കാരണം അവരുടെ സമുദായത്തിന് താല്പര്യമുള്ള ഒരാളാണ് ചന്ദ്രശേഖർ എന്നും. അടുത്ത പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ നമ്മുടെ നിലവിലെ ശശി തരൂർ 3 ടേം പൂർത്തിയാക്കി ശശി തരൂർ ഇനി മത്സരരംഗത്തിൽ ഇല്ല എന്ന് പറയുമ്പോഴേക്കും തിരുവനന്തപുരത്തിന്റെ ബി ജെ പിയുടെ ഒരു സാധ്യത അവർ കൂടുതലായിട്ട് കാണുന്നത് രാജീവ് ചന്ദ്രശേഖരിലൂടെയാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനായിരിക്കും അവർ തീരുമാനിക്കുക എന്ന് നമ്മൾ പറയുന്നു. എന്ത് പറഞ്ഞാലും സംസ്ഥാന പ്രസിഡന്റായി വരാൻ കൂടുതൽ സാധ്യതയുള്ളത് രാജീവ് ചന്ദ്രശേഖരനാണ്. അത് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനുണ്ട്, പിന്നെ കൃഷ്ണദാസ് പക്ഷത്തെ എം ഡി രമേശ്. അങ്ങനെയാണ് നിൽക്കുന്നത്. എന്ത് പറഞ്ഞാലും കൂടുതൽ സാധ്യത ആർക്കാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അത് കേന്ദ്ര നേതൃത്വത്തിന്റെ ശരിയായ ഒരു തീരുമാനത്തിലായിരിക്കും കാര്യങ്ങൾ വരിക. കേന്ദ്ര നേതൃത്വം തന്നെ ഫോർമുലകൾ വെച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഫോർമുല അംഗീകരിച്ച് മാത്രമേ സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൂടെയുണ്ട്. സംസ്ഥാനത്ത് ബി ജെ പി ഘടകത്തിൽ ഭിന്നിപ്പുകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള ഒരു മാധ്യമ വിചാരണയ്ക്ക് വിധേയമാകാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന മറ്റൊരു ഘടകം കൂടെയുണ്ട്. അത് ബി ഡി ജെയ്സ് ആണ്. ബി ഡി ജെയ്സിന് നേതൃത്വം നൽകുന്ന തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് ബോർഡ് കോർപ്പറേഷൻ, കേന്ദ്ര മന്ത്രിസഭയുടെ കീഴിൽ വരുന്ന ബോർഡ് കോർപ്പറേഷൻ വകുപ്പുകളിലൊന്നും തന്നെ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല, പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ അതിനെതിരെ അവരിപ്പോൾ ബി ജെ പി സംസ്ഥാന ഘടകത്തിനും കേന്ദ്ര നേതൃത്വത്തിനെതിരെ തുഷാർ വെള്ളാപ്പള്ളി ഒരു മുന്നണി വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പുറത്തു വന്നിട്ടുണ്ട്. ആ ബി ഡി ജെ എസിന്റെ കൂടെ താല്പര്യം പരിഗണിക്കേണ്ടി വരും എന്നുള്ളതൂടെ പറയുന്നുണ്ട്. എന്തായാലും ബി ഡി ജെ എസ് ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇനി സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പും ഇത്തരത്തിൽ അവർക്ക് താല്പര്യം, അവരുടെ കേന്ദ്ര ബോർഡ് കോർപ്പറേഷൻ മേഖലകളിൽ അവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് പറയുകയും മുന്നണി വിടുകയും ചെയ്യും എന്നൊക്കെ പറയുന്നത് തന്നെ ഇവർക്കൊരു പ്രഷർ ടാക്ടിക്സ് ആയിട്ടാണ് ബി ഡി ജെ എസ് നിൽക്കുന്നത്. അത് വേറൊരു ബി ജെ പിയെ വേറൊരു രീതിയിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് വേറൊരു രീതിയിലേക്ക് കേന്ദ്ര നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ഇത്തരണത്തിൽ പറയേണ്ടിയിരിക്കുന്നു.